ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് ചേരും. ലോക്സഭയിൽ റെയിൽവേ, കൃഷി, കർഷകക്ഷേമ മന്ത്രാലയങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗ്രാന്റുകൾക്കായുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും. രാജ്യസഭയിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും കൂടുതൽ തുക അനുവദിക്കുന്നതിനായുള്ള 2026 ധനവിനിയോഗ ബിൽ ചർച്ചകൾക്കായി ഇന്ന് പരിഗണിക്കും. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബീഹാറിൽ 5-ഉം ഒഡീഷയിൽ 4-ഉം ഹരിയാനയിൽ 2-ഉം സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലാണ് ഇവിടെ പോളിംഗ്. ആദ്യഘട്ടത്തിൽ 152-ഉം രണ്ടാം ഘട്ടത്തിൽ 142-ഉം മണ്ഡലങ്ങൾ ജനവിധി എഴുതും. തമിഴ്നാട്ടിലെയും പശ്ചിമബംഗാളിലെയും ഒന്നാം ഘട്ടത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 30-ന് ഉണ്ടാകും. പശ്ചിമബംഗാളിലെ രണ്ടാം ഘട്ടത്തിന് ഏപ്രിൽ 2-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. എല്ലായിടങ്ങളിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണ് ഉള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000-ലധികം സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM ഇന്നലെ പ്രഖ്യാപിച്ചു. 6 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLAമാരും പട്ടികയിലുണ്ട്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാഹി മണ്ഡലത്തിൽ T. അശോക് കുമാറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPI 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ 4 മന്ത്രിമാർ ഉൾപ്പെടെ 7 സിറ്റിംഗ് MLAമാർ ജനവിധി തേടും. UDF സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ NDA സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9, 23 തീയതികളിലാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതേസമയം പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECNet മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. പശ്ചിമ ബംഗാളിൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നന്ദിനി ചക്രവർത്തിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കി. പകരം ചീഫ് സെക്രട്ടറിയായി ദുഷ്യന്ത് നരിയാലയെ നിയമിച്ചു. സംഘമിത്ര ഘോഷിനെ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. ഉത്തരവ് ഉടനടി നടപ്പിലാക്കണമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറ്റ് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനവിധി തേടും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ കടന്നപ്പള്ളി കഴിഞ്ഞ 2 LDF മന്ത്രിസഭയിലും അംഗമായിരുന്നു. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരാഴ്ചത്തെ നിർബന്ധിത അവധി പ്രഖ്യാപിച്ചു. പാചകവാത ക്ഷാമവും ജലവിതരണവും നിലച്ചതുമൂലമാണ് തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.